One will be
ദേവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം ഏതെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. നാം ഏതപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവൻ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്ന് ഉള്ളവരെന്ന് നാം അറിയുന്നു. സ്വർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദേവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹബീബായി പാർക്കുമോ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരണശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടുവരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അടുക്കൽ ദൈവം അവനെ എടുക്കേണ്ടതിന് കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തിൻ്റെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതുമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുവാൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആഹാ പാർക്കുമോ Hallelujah.
അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. Evangelion gadishon moranishum shifo Sbarso mahirishum lopos sabrono Damsa barkhai furkono lolmo Gabrohokir namnamrono sedmoran valohan forukudila neshum shifo Melsod khaya no hodas bazar men masulto gadish do Maryam Holildin hokhano huwai യേശുദമ്പുരാനവരോട് പ്രകാരം അരുളി ചെയ്തു, അല്പബുദ്ധികളെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളവയെല്ലാം വിശ്വസിക്കാത്ത മന്ദഹൃദയന്മാര് മശിഹായി ഇങ്ങനെ കഷ്ടത അനുഭവിച്ച് അതിന്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലയോ? പിന്നെ അവൻ മോശയുടെയും സകല പ്രവാചകന്മാരുടെയും തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ പറ്റി എഴുതിയിട്ടുള്ളവ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്നതായ ഗ്രാമത്തോട് സമീപിച്ചപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്നതായി അവർക്ക് തോന്നി. അവർ അവനോട്, സന്ധ്യയായി ഇരുട്ടായിരിക്കുന്നത് കൊണ്ട് ഞങ്ങളോട് കൂടി താമസിക്കുക എന്ന് നിർബന്ധിച്ചു പറഞ്ഞു. അവനവരോടുകൂടി താമസിക്കുവാൻ ചെന്നു. അവരോടുകൂടി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. പിന്നീട് അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുകയും തിരുവെഴുത്തുകളിൽ നിന്ന് വ്യാഖ്യാനിച്ചു തരികയും ചെയ്തപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലയോ എന്നവർ പരസ്പരം പറഞ്ഞു. ഉടനെ അവൻ അവരെഴുന്നേറ്റ് യെരൂശലേമിലേക്ക് പോയി. അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന 11 പേരെയും അവരോട് കൂടെയുള്ളവരെയും കണ്ടു. നമ്മുടെ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശീമോന് കാണപ്പെട്ടു എന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വഴിയിൽ വെച്ചുണ്ടായ സംഗതികളും അവൻ അപ്പം നുറുക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു പറഞ്ഞു. ഉശൈനോ ലഖൽഖു അഖിലം ഞാനാരാധനീയം ദൈവഭയത്തിനിയം ജ്ഞാനശേഷില്ല തൽസ്നേഹാതാവേ രാമിനാം യസേപാനോ മിസരേനാചാതും മൈദൽ മുശരിബാഗെ ചാപ്പടിയാഗോരേ ഹല്ലേലൂയ ഹല്ലേലൂയ മഗ്നിലും രക്ഷിതന തങ്കത്തെ കാദുകാമ്യം മധുരം മധുരം പാരം ദേവാരാധനയെ നാം ഭംഗിയായി നിൽക്കണം. കർത്താവേ പാർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും മാഞ്ഞുപോകാത്തതാ നല്ല ഉന്നത്യവും സദാ സമർപ്പിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഉത്തമനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശങ്ങളാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നിനക്ക് ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും
സ്തുതിയും ബഹുമാനവും ആരാധനയുമാകുന്നു. ഉകുലകുൽ യൗമോസോദ്ഹായ കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ, പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെ, ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെ, ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെ, ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരികം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാകുന്നവനും ഞങ്ങളുടെ അകത്യങ്ങളെ ക്ഷമിക്കുകയും നിലച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ എല്ലാ ജനങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ച് ഉത്തമനെ ദൈവത്തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനെ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മൗത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ എല്ലാ വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്ക് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിനീര് തളിക്കണമേ. കർത്താവേ, മൗതനാഥ മിശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും പാപപരിഹാരം നൽകുന്നവനുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കുവാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ദൈവമേ, സകലവിധമായ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, ക്രോധവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപുരസ്സരം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ഒരു ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകുല ഈറന്മാർക്കും മാലാഖമാർക്കും അദൃശ്യനായിരിക്കുന്ന പിതാവാൻ ദൈവമേ, നിന്റെ തിരുമുൻപാകെ സ്നേഹത്താൽ ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ ഏകജാതന്റെ മുൻപാകെ തൻ്റെ ആവസിപ്പാൽ ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ പ്രൂഹായുടെ മുൻപാകെ നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും പരിശുദ്ധ ത്രിത്വം ആവസിക്കുകയും ചെയ്യുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൻ മുൻപാകെ ഈ കുർബാനയെ ഞങ്ങൾ നിനക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവകം മുഴുവൻ്റെയും കുറ്റങ്ങൾ മായിക്കപ്പെടുവാനും വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളുടെയും വീണ്ടെടുപ്പിനായി തീരുവാൻ നിനക്ക് പ്രസാദം തോന്നണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാലവൽമീ منالهون كابل وصيودهم يمشون دوتوه الطريفون والملوولم والمين ينو عبدو مهيلو هاتو ينميما പരിശുദ്ധനായ
പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവനിൽ ശുദ്ധിയുള്ള പരിശുദ്ധൻ താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും പരിശുദ്ധ സഭയുടെ പങ്കുകളായ വിശ്വാസികളായ വാങ്ങിപ്പോരുടെയും ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിൽ നിന്നും അനേകം കരുണ തോന്നി കൃപ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂമകലശത്തെ ശുദ്ധീകരിക്കുന്നു. പാലിക്കുമ്പോൾ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും ഭംഗിയായി നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സർവത്തെയും ജീവിപ്പിക്കുന്നവർക്കാവും ബാർക്കുമോർ കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും
നിത്യമായ സമാധാനവും ശാന്തിയും സ്നേഹവും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമ്മനത്താൽ ഓരോരുത്തരും അവരവരുടെ അടുത്തവർക്ക് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യന്മാരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ കർത്താവേ, ഞങ്ങൾ അണയ്ക്കുന്നതായി സ്തോത്രയാഗ മുഖാന്തരം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപങ്ങളിൽ നിന്നുള്ളതായ അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ളതായ സാമീപ്യത്തിനുമായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും എന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെളിപ്പോടും യുക്തിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവൻ ബദലിൽ സാരഥികളുടേവനായ പിതാവാം ദൈവത്തിനും നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് തമ്പുരാനിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവെ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും പരിശുദ്ധ സോപ്പന്മാരെ പോലെ കാതീശു പാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു.
umasakin koye nobari. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടുകൂടി മരണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ സ്നേഹന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് താൻ കൽപ്പിച്ചു. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ സ്നേഹന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്ന് താൻ കൽപ്പിച്ചു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നത് വരെയും എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ സ്മരിക്കുകയും എന്ന് താൻ അവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. അദാമോ ദോസേനോ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിന് എല്ലാവിധമായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായ പ്രതിഫലം കൊടുക്കുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങൾ വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാഭോ ജീവനുള്ള പരിശുദ്ധരൂഹ സ്വന്തമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്നും പ്രഭാവത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയെ തുടങ്ങി ആവശ്യത്തെ അതിനെ സ്ഥിരീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ശ്രമിക്കത്തക്കതുമാകുന്നു.
നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് സമാധാനം കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ദൈവതോന്നി എന്നിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവിറങ്ങിയ വസിച്ച് ഈ അപ്പത്തെ തമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിറങ്ങിയ വസിച്ച് ഈ കാക്കായെ തമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങൾ നിന്നോടുകൂടി ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. Let us pray and beseech the Lord our God at this great and solemn and sacred moment, for all the spiritual fathers, our rulers, will pray for us this day and in this life, to shepherd and govern the witches of God in the four corners of the earth. Our holy and very blessed patriarchs, our father Lord Ignatius, and our father Lord Basilius, and our father Lord Gregorius, and our bishops and our father Lord Barnabas and Lord Nicholas, or being upheld by God, along with all the Orthodox bishops and spiritual fathers, truly faithful, let us beseech the Lord. കർത്താവേ ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായുകളെ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ പലവിധമായ കഠിന പരീക്ഷപ്പെട്ട നിന്റെ ആശ്രയിച്ചിനെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ ഞങ്ങളെ ദർശിക്കുന്ന വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരം വിലയേറുവാൻ ഞാൻ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസിക സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസയുടെ മക്കളാകുന്ന വിശ്വാസികള എല്ലാവർക്കും അന്യോന്യമായിട്ടും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഖമായിട്ടും പ്രാർത്ഥിക്കണം. കർത്താവേ അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങൾ നീ പിന്തിരിഞ്ഞ മൗനമായിരിക്കരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ churches and the monasteries of God, the four quarters of the earth. Let us beseech the Lord for the whole Christian community, the clergy and the faithful people, that they may sing continual virtue. Let us beseech the Lord. കർത്താവേ നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവരും വിശുദ്ധിയുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും വ്യക്തികന്യകയും ഭാഗ്യവതിയുമായ
ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ വിദ്യന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവൻഗേലിയസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാറിയുമാറാണെയും ശമാശന്മാരിൽ പ്രധാനിയും സഹോദരിമാരിൽ മുൻപന്മായ പരിശുദ്ധനും മൗഢമുള്ളവനുമായ മാസ്തേഫാനോസിനെയും സ്നേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഇതിന്റെ പരിശുദ്ധന്മാർക്കായി നീ കാത്തു വെച്ചിരിക്കുന്നതായ മഹാകൃപയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോലെ അവിടുന്ന് യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ഏകവിശ്വാസത്തെ പാലിക്കുന്നവരായ ശുദ്ധിമാന്മാർ ശ്രമിക്കുന്നവരെയും പരിശുദ്ധമായ മൂന്നും പൊതുസുന്നോദോഷങ്ങളുടെയും അവരുണ്ടായിരുന്ന നീതിമാന്മാരും മന്മാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദേവദരിദ്രമായ പിതാക്കന്മാരെയും ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രധാനാചാര്യൻ പുണ്യമാനും ശ്രീയാനും സഹതാരനായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ഇവനാശിയോസും അത്തനാശിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും വിലക്സിനോസും അന്തിമോസും ഇയാവാനോസും ഉചിതമായ ദൈവശരീരത്തിൽനിന്ന് നമ്മുടെ കർത്താവിന്റെ സ്പഷ്ടമായ തെളിയിക്കുന്നു. സത്യമായും ഇന്നത്തെ ഗൗരവമായ പുസ്തകന്മാർ ഗോറിയിലോസും കുടിയാനിക്കാരുടെ കിരീടവും ഇതിന്റെ വിശുദ്ധതയിൽ മുഴുവൻ വേഗമുള്ളമായ ഗുണം നൽകാനും പുഷ്പങ്ങളും നിറഞ്ഞ വീഴ്ച സ്ഥലങ്ങൾ അറിയാൻ ശ്രമിച്ചും കൂടാതെ ദൈവമാതാവിനുമായ നമ്മുടെ പാത്രമാർശേഷം സത്യവിശ്വാസത്തെ നീതിമാനും പ്രസിദ്ധമായ ബാബാമാർ യാക്കോബ് പ്രധാനാനും പ്രേമമാർ യാക്കോബ് സഹാക്കുമാർ ബാലായി വികൃതന്മാരുടെ പരസ്യമായ മനുഷ്യമും ക്രിസ്തനി തിരഞ്ഞെടുക്കപ്പെട്ടമാർ അബ്രഹാം യോദോമാർ ബസേലിയോസും അല്ലെങ്കിൽ പ്രസിദ്ധന്മാരായ ഗ്രിഗോറിയോസും ദീപനാശിസുമായ പിതാക്കന്മാരെയും ചൂടും കുറ്റമില്ലാത്തമായ വിശ്വാസത്തെ പാലിച്ചു ലഭിച്ചവരാണ്. മുമ്പോടുകൂടി പെൺപിള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കൂടെയായിരിക്കും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാത സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ ആ പിതാക്കന്മാരുമായുള്ളതായ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുവാനിടയാകരുത്. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതൻ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ who passed away in love and true faith, from this holy sanctuary, from this church, and from this place, from all places and regions, those who before us have fallen asleep and are at rest, they retain to thee, O God the Father, the Lord of all the spirits and of all the flesh. Let us pray and beseech Christ our God, who receives from himself their spirits and their souls, that he may, according to his abundant mercies, count them worthy of the remission of debts and the forgiveness of sins, may good us and enter into his heavenly kingdom. Let us cry out loud and say, Great John, Kyrie eleison. Kyrie eleison, Kyrie eleison, Kyrie eleison. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മുഖാന്തരം കരുണയും പാപമോചനവും പ്രാപിക്കുവാനായി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. ും
കർത്താവേ, പൊതുവായ പുനരുദ്ധാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോരെ യോഗ്യരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധാത്മാവിനോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ടു പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായ ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെയും വായുകളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും അവിടുന്ന് ശുദ്ധീകരിക്കുമാറാകണമേ. കാരുണ്യവാനായ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും അവിടുന്ന് നിർമ്മലമാക്കണമേ. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്നതായ സകലത്തെ ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ നീ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകുലസ്ബാനവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകുന്ന തലകുനിക്കണം. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും അന്വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകുലസ്ബാനവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. തെഹവേ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്തതും സ്വയം ഭൂവായതും വന്ദിക്കത്തക്കതും ഉണ്മയിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെൽപ്പുള്ളവർക്കുമായി വിശുദ്ധതകൾ നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോട് കൂടെ തന്റെ വലിയ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാക്കുവാനുള്ളതും ആസലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ ഇത് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുസ്
എന്നാൽ സ്തുതിയൊരു രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും Oh,
ഞങ്ങൾ ആദായമാവാൻ വേദനാഥേ നിന്റെ ജ്ഞാനം നൽകുകേ വേദനാഥേ നിന്റെ ജ്ഞാനം നൽകുകേ. Glory be to the Father, Son, and the Holy Spirit, one true God, forever and ever. Amen. Christ is risen. Respected clergy members, my dear parents, and brothers and sisters in Christ, we have approached the fourth Sunday after the glorious resurrection of our Lord. Today's Gospel reading was taken from the Gospel according to St. Luke, chapter 24, verses 13 to 35. In this Gospel reading, we see the journey to Emmaus, two individuals taking the journey to Emmaus, Christ appearing before them. Yet these two individuals are not able to recognize Christ until he breaks bread. This journey to Emmaus, it represents for us our spiritual journeys. Particularly, it represents two strands or two parts of our spiritual journey. First of all, this event represents the difficulties that we face in our spiritual journey, the distractions that we face. If you think about it, this event happens after the resurrection. These two men have witnessed the resurrection already. Yet, a little time after the resurrection, they are not able to see Christ himself. They are not able to recognize Christ. If we think about our lives, it is almost the same way. Easter, for us, is a great feast. Most people, albeit during their hectic work time, school, and all of that, they'll set all that aside during the Easter season and come to church to experience the Holy Passion of our Lord. Yet, after the Feast of Easter, our mindsets change. It becomes numb. We kind of neglect Christ. We've taken part in this glorious feast, yet afterwards we think, okay, Easter's done. Now I can skip Sunday for a couple of Sundays, for a couple of weeks. Then we'll come to church once in a while on major feast days until the next Easter or the next Holy Week. And then our zeal comes back, and then we want to come to church again. Our spiritual walk is very similar to the road to Emmaus. Just after the resurrection event, they almost forget who Christ is. In the same way, just as after our Easter experience, we forget what church is. Secondly, this event shows us what's the difference between remembering Christ and experiencing Christ. Remembering Christ and experiencing Christ. In verse 19, Cleophas talks to Christ, not knowing who he is, about Jesus himself. He remembers that there is a person named Jesus, but he does not experience Jesus. But in verse 30, when Jesus breaks the bread, they experience Christ. In the same way, our spiritual journey, we remember Christ and we experience Christ. But what are we doing at this point in our lives? Are we remembering him or are we experiencing him? To remember something, it has to be in the past. But to experience something, it has to be at that moment. Remembrance is a thing of old. Experiencing is a renewing phenomenon. But Cleophas and the other stranger, they were not able to experience Christ, just remember him.
I don't know if you guys remember, particularly the kids, about 5-10 years ago, there were these bracelets that said WWJD. It stood for What Would Jesus Do? That's typical of our faith too. We'll get you a situation and we'll think, what would Jesus do? We'll remember Jesus and what he did, but we will never emulate Jesus. That is our problem. Remembrance is not enough. It's part of our faith, but emulating Christ, experiencing Christ, that completes our faith. Unfortunately, our experience of Christ doesn't go past the church building. For those of you sports fans, when you win a championship, that moment, it's a great moment. You want to hold on to that for the rest of your life, but you can't. You have to remember it over and over again. But each time you remember it, you don't get the same happiness that you would when you actually win the championship. That's why you have to experience Christ. With experiencing Christ, it's an ongoing process. The happiness that Christ gives you, it's being renewed every moment of your life. So what are we doing in our lives right now? Are we remembering Christ for who he is? Or are we experiencing Christ, particularly outside of the church? കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എവങ്കേലിയൻ വായന മിസ്റ്റർ ലൂക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ പോലെ ഉയർപ്പ് ശുശ്രൂഷ കഴിഞ്ഞ് എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് പള്ളിയിൽ ദേവാലയത്തിലോട്ട് തിരിച്ച് വരണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സാകത്തിരുന്നു? ഞാൻ പറഞ്ഞു, ഈസ്റ്റർ സമയമാകുമ്പോൾ നമ്മളെല്ലാവരും ഓഫ് എടുക്കുകയും ദേവാലയത്തിൽ വന്ന് എല്ലാ ദിവസവും ധ്യാനിക്കുകയും പ്രാർത്ഥനയിലെല്ലാം പങ്കിടുകയും ചെയ്യും. പക്ഷേ ഉയർപ്പ് പെരുന്നാൾ കഴിയുമ്പോൾ എല്ലാവരും വീട്ടിൽ പോകും. പിന്നെ നമ്മുടെ മനസ്സ് ഇനിയും കുഴപ്പമില്ല, അടുത്ത ഈസ്റ്റർ വരെ വല്ലപ്പോഴൊക്കെ പോയാൽ മതി, അങ്ങനെ ഒരു ചിന്തയാണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2 ആഴ്ച മുമ്പ് എംഗിരിന് വായിച്ചു, ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ കർത്താവ് അവരുടെ നടുക്ക് വന്നു. പക്ഷെ അവരെ കർത്താവിനെ കാണാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. കർത്താവിനെ അവരെ റിമൈൻഡ് ചെയ്തു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ റിമൈൻഡ് ചെയ്യുവാണ്, ഉയർപ്പ് ശുശ്രൂഷ കഴിഞ്ഞാലും ദേവാലയത്തിൽ വരണം. ഉയർപ്പ് ശുശ്രൂഷയിൽ കിട്ടുന്ന ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ എല്ലാ ഞായറാഴ്ച നമ്മൾ ദേവാലയത്തിൽ വരണം. രണ്ടാമതായിട്ട് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്, ഈ ഭാഗത്തിൽ കാണുന്നുണ്ട്, കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കുന്നതും കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും 2 ഭാഗങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തിന് 2 ഭാഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കറിയാം, നമ്മുടെ വല്യമ്മച്ചിമാരെ ഓർക്കുമ്പോൾ, ആ വല്യമ്മച്ചിയുടെ അടുത്ത് പോകുമ്പോൾ വല്യമ്മച്ചിയുടെ സ്നേഹം, വല്യമ്മച്ചി നമ്മുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഉരുമ വരുന്ന ആ സ്നേഹം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് കിട്ടും. പക്ഷെ അതിനേക്കാട്ടിലും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് അമ്മച്ചിയുടെ അടുത്ത് പോയി ആ കെട്ടിപ്പിടിച്ച് അമ്മച്ചി ഉമ്മ തരുന്ന ആ നിമിഷത്തിലാണ്. എങ്ങനെ പറഞ്ഞാലും ഓർക്കുന്ന ആ സന്തോഷവും എക്സ്പീരിയൻസ് ചെയ്യുന്ന സന്തോഷവും 2 കാര്യങ്ങളാണ്. ആ സന്തോഷം, ആ വല്യമ്മച്ചിയുടെ സന്തോഷം, ആ ഉമ്മ തരുന്ന സന്തോഷം നമ്മളുടെ ഓർമ്മയിൽ നമുക്ക് ഒരിക്കലും അത് പൂർത്തീകരിക്കുന്നില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമ്മൾ പൂർത്തീകരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസം. കർത്താവിനെ എപ്പോഴും നമ്മൾ ഓർക്കും, പക്ഷെ കർത്താവിനെ ഒരിക്കലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ദേവാലയത്തിൽ അല്ലെങ്കിൽ നമ്മളെ അറിയുന്നവരുടെ ഒരു വീട്ടിൽ ഒരു മരണമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ആയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കർത്താവ് അല്ലെങ്കിൽ കുരിശ് വെച്ച് കർത്താവ് എന്ന് പറയും. അത് നല്ലതാണ്. പക്ഷേ എത്ര പേര് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്?
കരയുന്നുണ്ട്. കർത്താവ് തന്നെ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര പേര് കരയുന്നു? എന്നാ പറ്റിയാലും നമ്മൾ കർത്താവിനെ ഓർക്കും. പക്ഷെ അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ്, കർത്താവ് ചെയ്ത ആ സെയിം ആക്ഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്: ഓരോ നിമിഷത്തിലും നമ്മൾ കർത്താവിനെ ഓർക്കുകയാണ് അതോ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്? കർത്താവിനെ നമ്മൾ എക്സ്പീരിയൻസ് ആണ് ചെയ്യേണ്ടത്. ഓർമ്മ നല്ലതാണ്, പക്ഷെ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണല്ലേ നമ്മുടെ വിശ്വാസവും കർത്താവ് ആരാണെന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. ഇതിന് കർത്താവ് നമ്മൾക്ക് ബലം നൽകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ശരീരം മരമതിനുയരെ കർത്താവേ എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിക്കാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. രക്ഷകനുരചിത വാസം ചെയ്യും എന്നെ കൈകൊണ്ട്
പ്രവർത്തിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദേവപുത്ര, പാപപരിഹാരം നൽകുന്നതായി നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്നും നിന്റെ മക്കൾക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ വലത്തെ നീട്ടി ഞങ്ങളുടെ കർത്താവ് നീക്കി ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ളതായ മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ പരിശുദ്ധ രഹസ്യങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർത്തു നിൽക്കുന്ന നിന്റെ ഈ മക്കളെ അദൃശ്യമായ വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Peace.
ഞങ്ങൾ ഭക്ഷിച്ചതാൽ നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾ പാനം ചെയ്തതായ തന്റെ പ്രഥമാതിന്റെ പരിശുദ്ധ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി ഭവിക്കരുതേ, എന്നാലോ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. New Year.
ഈ ലോക ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്നതാ ഞങ്ങളുടെ വായുകളെ നിന്റെ ഏകജാതന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യദാനത്തിന് യോഗ്യമാക്കി തീർത്താൻ നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മൂലവും അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ മാർഗമോൾ നൽകപ്പെട്ട വിവിധ രഹസ്യങ്ങളെ കേട്ടുകൊണ്ടതിന്റെ ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുവാനായി സ്വർഗം ചായിച്ചിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ഞങ്ങളുടെ കർമ്മശാതംബ്രാനെ നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീ യോഗ്യരാകരുത്. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്മാൽമീ കരളാലി വേറിടും താതാ നിരുപമ കരുണ സാഗരമേ ദിനമീതിലങ്ങേ കർപ്പിച്ചു തിരുബലിയെ കൈക്കൊള്ളുക. വാഴ്ത്തുക ഞങ്ങളെ ദേവേശ, കാത്തരുളുക നിർമ്മാതാവേ. കർത്താവേ തുണ ആയവനെ കാണിക്കണമേ ജീവവഴി. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്നതായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്നും പ്രാപിച്ചിട്ടുള്ള വഴിയാഹാരത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനപൂർവ്വം പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ ജഗരമാശ്ലീമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ നിങ്ങളുടെ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ ചെയ്യപ്പെട്ട സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചുല്ലസിച്ചുകൊണ്ട് സമാധാനപൂർവ്വം പോകുകയും ബലഹീനനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും. കർത്താവിടുത്തെ കുർബാനയിലിരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.